ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ആരംഭിക്കാൻ പോവാണ് LP-UP സയൻസ് 2027 എന്ന് പറഞ്ഞ സീരീസ്. 2027 LP-UP ലക്ഷ്യമാക്കി സയൻസിന് എങ്ങനെ ഫുൾ മാർക്ക് നേടാം എന്ന സീരീസ് ആണിത്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഫുൾ മാർക്ക് നേടാം? നമുക്ക് LP-UPക്കകത്ത് 26 മാർക്കാണ് സയൻസിന്. കെമിസ്ട്രി, ഫിസിക്സ്, അതുകൂട്ട് തന്നെ എന്താണ് ബയോളജി. നമുക്കറിയാം കെമിസ്ട്രിക്ക് 7 മാർക്കാണ്. 7 മാർക്കും ടോപ്പിക്കിൽ നിന്ന് 7 മാർക്കും പ്ലസ് 2 കറണ്ട് അഫയേഴ്സ്. ടോട്ടൽ എത്ര മാർക്ക് ഉണ്ട് മക്കളെ? 9 മാർക്ക്. അതുകൂടെ തന്നെ ഫിസിക്സിന് 7, ടോപ്പിക്കിൽ നിന്ന് 7, 2 കറണ്ട് അഫയേഴ്സ്. ടോട്ടൽ എത്ര മാർക്ക്? 9 മാർക്ക്. ബയോളജിക്കും അതുകൂട്ട് തന്നെ ടോപ്പിക്കിൽ നിന്നും 6 മാർക്കേ ഉള്ളൂ, പ്ലസ് 2 കറണ്ട് അഫയേഴ്സ്, 8 മാർക്ക്. അങ്ങനെ എത്ര മാർക്ക്? 26 മാർക്ക്. ഒന്ന് ആലോചിച്ച്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് LP-UPക്ക് സയൻസ്. ഓക്കെ അല്ലേ? നമ്മൾ ഇവിടെ ക്ലാസ് ഉദ്ദേശിക്കുന്നത് NCERT SCERT ലെവലിലെ ക്ലാസ് തന്നെയാണ്. അത് റെക്കോർഡും, ഈ സീരീസിൽ റെക്കോർഡും കാണും, അതുകൂടെ തന്നെ യൂട്യൂബ് ലൈവും കാണും. യൂട്യൂബ് റെക്കോർഡും യൂട്യൂബ് ലൈവും കാണും. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ക്ലാസ് കഴിഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ പേരാണ് സരിത്ത് കെമിസ്ട്രി എന്നാണ് ടെലഗ്രാം ചാനലിൻ്റെ പേര്. ഈ ചാനലിൽ എല്ലാവരും എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. എന്നിട്ട് ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞുകൊണ്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പോൾ ക്വസ്റ്റ്യൻ എല്ലാം എന്താണ് നമ്മൾ ടെലഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ടെലഗ്രാം ചാനൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഈ ക്ലാസ് നമ്മുടെ ഇൻട്രോ മാത്രമാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് പറയുക. നമ്മുടെ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജിയുടെ ടോപ്പിക്ക് എന്ത് ചെയ്യുക? ഒന്ന് പറയുക മാത്രമാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യാൻ മറക്കരുതും. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ള അനുസരിച്ചാണ് നമ്മൾ എന്താണ് കൂടുതൽ എഫക്റ്റ് എടുക്കത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യാൻ മറക്കരുതും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? ആ ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത്തെയാണ് മക്കളെ, ഫസ്റ്റ് ടോപ്പിക്കാണ് രസാന്തരത്തിൽ. ആദ്യം നോക്കാം. ഞാൻ പറഞ്ഞില്ല 7 മാർക്ക് ടോപ്പിക്ക്, 2 കറണ്ട് അഫയേഴ്സ്. ഓക്കെ, ഈ ടോപ്പിക്ക് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുക SCERT NCERT ലെവലിൽ തന്നെയായിരിക്കും. ഓക്കെ അല്ലേ? അതിലെ ഓരോ പോയിന്റും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് തന്നെ പഠിക്കും. ഒന്നാമത്തെ രാസമാറ്റങ്ങൾ, ഭൗതിക മാറ്റങ്ങൾ. നമുക്കറിയാം കെമിക്കൽ ചേഞ്ച് ആൻഡ് ഫിസിക്കൽ ചേഞ്ച് 7ാം ക്ലാസ്സിലെ കിടപ്പുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അത് ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ ജസ്റ്റ് ആ സിലബസ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ ആറ്റത്തിൻ്റെ ഘടന, രാസബന്ധനം, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ആറ്റം. മൂന്നാമത്തെ പീരിയോഡിക് ടേബിൾ, ക്രമാവർത്തന പ്രവണത, പീരിയോഡിക് പ്രോപ്പർട്ടീസ്. നമുക്കറിയാം ഇലക്ട്രോ നെഗറ്റിവിറ്റി ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. 3 ലായനികൾ. 4 വൈദ്യുത രസാന്തരം, ഇലക്ട്രോ കെമിസ്ട്രി. 5 വാതക നിയമം, ഗ്യാസ് ലോ. വാതക നിയമം പഠിക്കുമ്പോൾ മോൾ കൺസെപ്റ്റും കൂടെ എന്ത് ചെയ്യുക? ഒന്ന് പഠിക്കാം നമുക്ക്. ഓക്കെ അല്ലേ? ഇനി രാസപ്രവർത്തന വേഗതയും അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും വെരി ഇമ്പോർട്ടൻറ്റ്. കഴിഞ്ഞ എക്സാമുകളിൽ കഴിഞ്ഞ UPക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. താഴെ കൊടുത്തിരിക്കുന്നവർ രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കാത്ത ഘടകം ഏത് എന്നൊക്കെ ചോദിച്ചതാണ്. ഓക്കെ, അടുത്ത ആസിഡുകളും ബേസുകളും ലവണങ്ങളും. ആസിഡ്, ബേസ്, ലവണം. അടുത്ത എന്താ? ലോഹങ്ങൾ, ലോഹ നിർമ്മാണം അറിയത്തില്ല. അയിര്, ധാതുക്കൾ, അതുകൂടെ തന്നെ ഫോർത്ത് റൊട്ടേഷൻ. അതൊക്കെയാണ് ലോഹത്തെ നിർമ്മിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളേ. ജസ്റ്റ് ആ ടോപ്പിക്ക് ഒന്ന് നോക്കുക, സിലബസ് അനുസരിച്ച് ഓരോ ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാം? റെക്കോർഡും ലൈവുമായിട്ടൊക്കെ എന്ത് ചെയ്യാം? എടുക്കാം, സിമ്പിളാക്കി തരാം. ഓക്കെ, നിങ്ങൾ എൻ്റെ കൂടെ മാത്രം മതി. മാക്സിമം ഞാൻ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനും എല്ലാം തരാം. ഓക്കെ അല്ലേ? ഇനി അലോഹ സംയുക്തം. ഓക്കെ അല്ലേ? അടുത്ത എന്താ? ഓർഗാനിക് സംയുക്തം, നാമകരണം, ഐസോമറിസം, രാസപ്രവർത്തനം. കാരണം ഓർഗാനിക് കെമിസ്ട്രിയുടെ രാസപ്രവർത്തനം. ഓക്കെ, ഇതെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് എടുക്കുകയാണ്, വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെയാണ് കെമിസ്ട്രിയുടെ ടോപ്പിക്ക്. ഇനി ഫിസിക്സിലേക്ക് നമുക്കൊന്ന് നടക്കാം. ഭൗതികശാസ്ത്രം 7 മാർക്ക് ടോപ്പിക്ക് പ്ലസ് 2 കറണ്ട് അഫയേഴ്സ്. അതിൽ ഒന്നാമത്തെയാണ് യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്, അളവുകളും യൂണിറ്റുകളും. 2 ചലന സമവാക്യം, ചലന നിയമങ്ങൾ. അല്ലേ? അതെല്ലാം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കിടപ്പുണ്ടേ.
മനസ്സിലായോ? അതുകൂടെ തന്നെ ബലം, പ്രവൃത്തി, ഊർജം, പവർ, ഗുരുത്വാകർഷണം, ദ്രവബലങ്ങൾ, ഓക്കെ, സ്ഥിതവൈദ്യുതി അറിയാലോ, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, ധാരാവൈദ്യുതി, അതുകൂടെ തന്നെ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ, കാന്തികത, ഓക്കെ, ഇതൊക്കെയാണ് ഈ ടോപ്പിക്കാണ്. ഇതെല്ലാം നമ്മൾ അതുകൂടെ തന്നെ പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങൾ, അപവർത്തനം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റിഫ്രാക്ഷൻ അല്ലേ, ഇതെല്ലാം നമുക്ക് ലൈറ്റ് എന്ന ടോപ്പിക്കാണിത്. കാരണം +1 +2 കിടപ്പുണ്ട്. റേ ഒപ്റ്റിക്സ്, വേവ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കിടപ്പുണ്ട്. ഓക്കെ, പ്രകാശം എന്ന ചാപ്റ്റർ നമ്മുടെ ഈ പറയുന്ന 9 ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത എന്താ, ഇത് കണ്ട വിസരണം, ഇതെല്ലാം ഓക്കെ അല്ലേ, മനസ്സിലായി? ഇതെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് ഓരോ ടോപ്പിക്ക് സെറ്റായിട്ട് പഠിച്ചു പോകും. ഓക്കെ, അടുത്ത ബയോളജിയിലേക്ക് നോക്കാം. കോശങ്ങളുടെ ഘടന, കലകൾ, അതുകൂടെ എന്താ കൃഷി, പരിസ്ഥിതം, വർഗീകരണം, അതുകൂടെ തന്നെ എന്താ ജനിതക ശാസ്ത്രം, ഓക്കെ, അതുകൂടെ പ്രകാശ സംശ്ലേഷണം, ദഹന വ്യവസ്ഥ, ഓക്കെ അല്ലേ, വിസർജ്യ വ്യവസ്ഥകൾ, പ്രത്യുൽപാദന വ്യവസ്ഥകൾ, അതുകൂടെ നാഡീ വ്യവസ്ഥകൾ, ഇന്ദ്രിയങ്ങളെ കുറിച്ചൊക്കെ പഠിക്കണം. രോഗങ്ങൾ, അപര്യാപ്ത രോഗങ്ങളും ഒക്കെ, പിന്നെ രോഗങ്ങളും ആരോഗ്യ പരിപാലനവും, പിന്നെ വിറ്റാമിനുകൾ, വിറ്റാമിൻ എ, സി എല്ലാം നമ്മൾ പഠിക്കുക, അതിൻ്റെ രാസനാമവും. അതുകൊണ്ട് അതിലെ ഏറ്റവും കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു. ആ ഹോർമോണുകൾ, എൻസൈമുകൾ, ഈ എൻസൈം കെമിസ്ട്രിയിലും ഉണ്ട്. ഓക്കെ, എൻസൈമുകൾ. അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് പഠിച്ചു പോകാം. അതിന് വേണ്ടി ഞാൻ ഒന്നും കൂടെ പറയുവാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി നമുക്ക് സയൻസിന് ഫുൾ മാർക്ക് നേടാം. താങ്ക് യു.